ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വട്ടയപ്പമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു വട്ടയപ്പമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഈസ്റ്ററിന് ഒരു സ്പെഷ്യൽ വട്ടയപ്പം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചിക്കൻ സ്റ്റഫ്ഡ് വട്ടയപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു വട്ടയപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് വെള്ള അവൽ എടുത്തിട്ടുണ്ട്. ആ വെള്ള അവൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ അവലിന് ഒപ്പം വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ല വെളുത്ത അവൽ തന്നെ എടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ വട്ടയപ്പം നല്ല വെള്ള കളറിൽ കിട്ടുക. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് തീ ഓൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ അരിപ്പൊടിയുടെ ആ ഒരു മിക്സ് റെഡിയാക്കി എടുത്തു. ഇനി മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നന്നായി ഇളക്കി നമുക്ക് ഈ ഒരു പൊടി കുറുക്കിയെടുക്കണം. നമ്മൾ പൊടി കുറുക്കി ചേർത്തിട്ടാണ് ഇന്നത്തെ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി ഹാർഡായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുറുക്ക് ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ്, നല്ല ഇങ്ങനെ ഒത്തിരി ഹാർഡായിട്ടൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് കുറുക്കിയെടുക്കാനായിട്ട്. ഇനി ഈ കുറുക്ക് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചൂടാറി കിട്ടും. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത നൈസ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 250 ml ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി ഇല്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും അതുപോലെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മധുരം ഒത്തിരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 7-8 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം, ഒത്തിരി ചൂടൊന്നും പാടില്ല, ലൈറ്റ് ചൂട്. ഇപ്പോൾ ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തണുത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളമൊക്കെ ആയി. അത് ഒരു തിക്കായിട്ടുള്ള പോലെയാണ് ഇരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ അരിപ്പൊടിയുടെ മിക്സ് റെഡിയായി. അതിനുശേഷം അതോടെ മാറ്റി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നാളികേരം എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ അടിഭാഗത്തുള്ള ബ്ലാക്ക് കളർ ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൈറ്റ് കളറിൽ നമ്മുടെ വട്ടയപ്പം കിട്ടുക. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ അവലിൽ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ബാക്കി കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അവലിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിക്കുറുക്ക് ഉണ്ടല്ലോ, പൊടിക്കുറുക്ക്, നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സിയിൽ നിന്നും കുറച്ച് മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ഒത്തിരി മാവ് മറ്റേ അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം ശരിക്കും അരിഞ്ഞു വരില്ല. അങ്ങനെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല രസമായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ ബാറ്റർ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള അരിപ്പൊടിയുടെ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ചേർത്തിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായി യോജിച്ച് കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ ബാറ്റർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിലും 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ മാത്രം ഈസ്റ്റ് ഇങ്ങനെ കിടന്നിട്ട് മിക്സിയിൽ അടിക്കുമ്പോൾ ആ മൂടിയുടെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി നേരം മിക്സിയിൽ അടിക്കരുത്, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കേ വേണ്ടോ. അങ്ങനെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തു. ഈ മാവ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി മാവ് ലൂസും അല്ല, അതുപോലെ ഒത്തിരി തിക്കുമല്ല, ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ബബിൾസ് ആയിട്ട് ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ നിറച്ച് ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ എല്ലാ ഭാഗത്തേക്കും, ആ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും താഴത്തും മോരുള്ളും ഒക്കെ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ ഒരേപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും 1 മണിക്കൂർ കൂടി ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ അത് ഒന്നുകൂടി പൊങ്ങി, നമ്മൾ ഇപ്പോൾ പൊങ്ങിയതിനേക്കാളും നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരും. നല്ലതുപോലെ തന്നെ നമുക്ക് മാവ് ഫെർമെൻറ്റേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് റെഡിയായി. അതോടെ മാറ്റി വയ്ക്കുക.
അതിനുശേഷം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കാഷ്നട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും കയ്യിലില്ലാന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗം ഒഴിവാക്കാം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വറുത്തെടുത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കാഷ്നട്ട് വറുത്തിട്ടുള്ള സെയിം പാനിലെ നെയ്യിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി. ഇനി അതിലേക്ക് ഒരു 2 ചെറിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള കുറച്ച് വലുപ്പമുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സവാള ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സവാള ട്രാൻസ്പെറൻ്റ് ആയതിനു ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. ഇത്രയും പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നാൽ മാത്രമാണ് നമ്മുടെ മസാല നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പൊടികൾ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് മസാലയായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 100-150 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ബ്രെസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇല്ലില്ലാത്ത പീസ് വേണം എടുക്കാനായിട്ട്. ചെറിയതായിട്ട് നീളനെ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ പീസും അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു 8-10 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കനം കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് അതുപോലെ വെള്ളവും അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റഫ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഒത്തിരി ചാറോട് കൂടിയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വട്ടയപ്പത്തിനുള്ളിൽ സ്റ്റഫ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഈ ഒരു ഫില്ലിങ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഫില്ലിങ് കഴിക്കാനായിട്ട്. നമ്മൾ മാവ് വീണ്ടും പൊങ്ങാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ ടോട്ടൽ ഒരു 4 മണിക്കൂറാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാവ്. ഇത് കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കി വെച്ചതിനേക്കാളും നന്നായിട്ട് നല്ല പതപതയായിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ നല്ല രസമായിട്ടാണ് പൊങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒത്തിരി മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് പതിയെ ഒന്ന് എല്ലാം മാവൊന്ന് യോജിപ്പിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒത്തിരി അങ്ങനെ താഴോട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ താഴോട്ട് ഇങ്ങനെ പതിയൊന്നും പോകുന്നൊന്നുമില്ല. നല്ല രസമായിട്ടാണ് നമുക്കിത് പൊങ്ങി കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ വട്ടയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ആ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന ഇതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വട്ടയപ്പം എളുപ്പത്തിന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റേതായ ഒരു മണവും ടേസ്റ്റൊക്കെ ആ ഒരു ഫ്ലേവർ വരുന്നത് നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ പതഞ്ഞ് പൊങ്ങിയിട്ടുള്ള മാവിൽ നിന്നും മുകളിൽ നിന്ന് ഒരു 1/4 ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഇത് നമുക്ക് സ്റ്റഫിങ്സൊക്കെ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം ഒരു ചെറിയൊരു ലെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിന് മുകളിലായിട്ട് ഈ വട്ടയപ്പത്തിന് മാവ് ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ച് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആവിയേറ്റിയെടുക്കാം.
5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായി കുക്കായിട്ടില്ലെന്ന് അറിയാൻ വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ച് സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പം റെഡിയായി. ഇനി ഈ വട്ടയപ്പത്തിന് മുകളിലാണ് നമ്മൾ റെഡിയാക്കിയിട്ട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുമ്പോൾ വട്ടയപ്പത്തിൻ്റെ അറ്റ ഭാഗം വരെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ആ ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ചിക്കൻ വെക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഫുൾ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മുകളിലായിട്ട്, ചിക്കൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വട്ടയപ്പം കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് സൈഡിൽ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം മുകളിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വട്ടയപ്പം കിട്ടും. പിന്നെ ചിക്കൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോഴാണല്ലോ കുറച്ച് തിക്കായിട്ട് നമുക്ക് ഈ ഒരു 3 ലെയറും വരണ്ടേ, ചിക്കൻ്റെ ലെയറും അതുപോലെ 2 വട്ടയപ്പത്തിൻ്റെ ആ ഒരു ലെയറും നമുക്ക് കിട്ടേണ്ടതുകൊണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂടി വെച്ച് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റഫ്ഡ് വട്ടയപ്പം ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ട് ആ മുകളിലത്തെ ലെയറിലും ഒന്ന് കുത്തി നോക്കുക. മാവ് പറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ച് വെള്ളം, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ പാത്രം ഇറക്കി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് വിട്ട് വരും. ഇപ്പോൾ ഇവിടെ നമ്മുടെ വട്ടയപ്പം നന്നായി ചൂടാറി. ഇനി കൈ വെച്ചിട്ട് ആ സൈഡ് ഭാഗം ഒന്ന് വിടിയിക്കുക. അതുപോലെ ഒരു കത്തി വെച്ചിട്ട് കൂടി ഒന്ന് ആ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചതിന് ശേഷം കയ്യിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ അടിഭാഗം വിട്ടിട്ട് നമുക്ക് കയ്യിലോട്ട് കിട്ടും. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ വട്ടയപ്പമാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു വട്ടയപ്പം. ഇത്രയും കട്ടിയുണ്ടെന്ന് പറഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സ്പഞ്ചായിട്ട്, നല്ല സോഫ്റ്റ് സ്പഞ്ചായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സൈഡ് ഭാഗമൊന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റഫ്ഡ് വട്ടയപ്പാന്ന് തോന്നില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈസ്റ്ററിനെ എല്ലാവരും ഒന്ന് ഞെട്ടിക്കാനായിട്ട് ഈ ഒരു രീതിയിലൊന്ന് വട്ടയപ്പം ഉണ്ടാക്കി നോക്കുക. കണ്ടോ, ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ സ്റ്റഫിങ് ഉണ്ട്. പിന്നെ നന്നായിട്ട് നിങ്ങൾക്ക് ആ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ട് സ്പഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വട്ടയപ്പം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നല്ല ഇങ്ങനെ വായിൽ വെക്കുമ്പോൾ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ല, അതേപോലത്തെ വട്ടയപ്പമാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.